എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരിയോട് സേതു പറഞ്ഞുകൊണ്ട് വരുവാണ്. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, നേരത്തെ തന്നെ ഫുഡൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാൻ പറയണം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിപ്പോ. അത് മാത്രമല്ല, അവരുടെ ഫുഡ് കഴിക്കാനും ടേസ്റ്റ് കുറവാ. പായസം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി പച്ചടി പോലെ ഇരിക്കുമെന്ന് പറയാം. ഇത്തവണ അങ്ങനെ ആയിരിക്കരുത്, പ്രത്യേകം അവരോട് പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റവും അതൊക്കെ എന്താണ് കൃത്യസമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കും. സേതുവേട്ടൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഹാളിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നിവിടെ ആരുടെയും ബർത്ത്ഡേ ആണോ, ഇനി പുറത്തുനിന്നുള്ള ആരുടെയും ആണോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ആരുടെ പിറന്നാളാന്നുള്ള കാര്യം. ഈ സമയം ബേബി ചേച്ചി അങ്ങോട്ട് വന്നു. ആഹാ, ബേബി ചേച്ചി ഇന്നിവിടെ ആരുടെ പിറന്നാളാന്ന് ചോദിക്കാം. അതൊന്നും പറയില്ല, അതൊക്കെ സർപ്രൈസ് ആന്ന് പറയാം. സർപ്രൈസാ? ബേബി ചേച്ചി അതും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാ. എന്നിട്ടോ ഒരു വലിയ കേക്കിന്റെ കവറൊക്കെ ആയിട്ട് തിരിച്ചു വരുവാ. ആ കൊള്ളാലോ, കേക്കൊക്കെയാണ്. ഓ, ബേബി ചേച്ചിയുടെ ഷഷ്ടിപൂർത്തി ആയിരിക്കും എന്നല്ലേന്ന് ചോദിക്കാം. ഒന്ന് പോടാ അവിടുന്ന്, നിന്റെ ഷഷ്ടിപൂർത്തിയാന്ന് പറഞ്ഞിട്ട് ബേബി ചേച്ചി അങ്ങോട്ട് പോവാണ്. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിയല്ലേ ശ്രീഹരിന്ന് നീന്ന് സേതു ചോദിക്കുകയാണ്. എന്നാലും ഇത് ആരുടെ ആയിരിക്കും സേതുവേട്ട പിറന്നാളെന്ന് ചോദിക്കുക. സേതു പറഞ്ഞ ആരുടെ ആണെങ്കിലും നമുക്ക് എന്താടാന്ന് ചോദിക്കാം. ഈ സമയം ഋതുവും അച്ചുവും കൂടെ കൂടിയിട്ട് പൂർണിമയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. മുറി ചെന്ന് കഴിയുമ്പോൾ പൂർണിമ ഇങ്ങനെ ബെഡിലിരിക്കുന്നുണ്ട്. എന്താ അമ്മേ, അമ്മ എന്താ റെഡി ആവത്തെന്ന് ചോദിക്കാം. വേണ്ട മോളെ, എനിക്ക് ഒന്നിനും ഒരു സന്തോഷമില്ല. അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസമായുള്ളൂ. മാധവേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരു ആഘോഷത്തിന് താല്പര്യമില്ലെന്ന് പറയാം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ അമ്മേ, അമ്മയുടെ പിറന്നാളാ, നമുക്കിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അച്ഛന് സന്തോഷമാണെങ്കിൽ അമ്മ പിറന്നാൾ ആഘോഷിക്കണം, അല്ലെങ്കിൽ അച്ഛന് സങ്കടമാവെന്ന് പറയാം. പിന്നീട് അച്ഛൻ നേരെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെല്ലുവേണം. ദേ അച്ഛ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ അമ്മ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം. അമ്മേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിച്ചേ. അമ്മ എഴുന്നേറ്റ് വരില്ലെന്ന് പറഞ്ഞു ഒരേ നിർബന്ധം. അച്ഛന് സന്തോഷമാണെങ്കിൽ ദേ അമ്മ പിറന്നാൾ ആഘോഷിക്കണ്ടേന്ന് ചോദിക്കും. പിന്നീട് വന്നിട്ട് പറഞ്ഞു, ദേ അച്ഛൻ പറഞ്ഞു പിറന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ അച്ഛന് സങ്കടമോ. അമ്മ എഴുന്നേറ്റ് വാമെന്ന് പറയാണ്. ഇപ്പൊ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ നല്ല ഗ്രാൻഡ് ആയിട്ട് പിറന്നാൾ ആഘോഷിച്ചേണം. സാദിയും കൂടെ വേണ്ടിയിരുന്ന് പറയാണ്. പെട്ടെന്ന് ഋതു പറഞ്ഞു, സാദി എങ്ങനെ ഉണ്ടാവും, ഇനി സേതുമാധം പോയല്ലേ സാദി ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്ന് പറയാം. അമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മേനെ ഞങ്ങൾ റെഡിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ഋതുവും കൂടെ കൂടിയിട്ട് കമ്മലും മാലയൊക്കെ അണിയിച്ച് അങ്ങനെ സുന്ദരി കുട്ടിയാക്കോട് പൂർണിമേനെ. പിന്നീട് ഹാളിലേക്ക് വരുക. ഈ സമയം ബേബി ചേച്ചി കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ കേക്കിന് മുന്നിൽ വന്നപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി. ഈ സമയം മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിലോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ രീതി ഗംഭീരമായിട്ടാണ് പിറന്നാൾ ആഘോഷിച്ച്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. ദേമ്മേ, കേക്കിന് മുന്നിൽ നിന്ന് കണ്ണ് നിറയല്ലേ. അച്ഛനിത് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് വിഷമോ. അച്ഛൻ ഒരിക്കലും അമ്മേനെ സങ്കടപ്പെടുത്തില്ല. കാരണം അച്ഛനറിയാം അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരെക്കാളും കൂടുതലായിട്ട് വേദനിക്കുന്ന അച്ഛന്റെ മനസ്സാന്ന് പറയാം. ഈ സമയത്ത് ശ്രീഹരി അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ കേക്ക് നിൽക്കുന്ന അവരൊക്കെ നിൽക്കുന്നു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ശ്രീഹരി നേരെ അകത്തേക്ക് പോയിട്ട് സേതുവിനെ വിളിച്ചോണ്ട് വാ. സേതുവേട്ടാ ഇങ്ങോട്ട് വാ, ഒരു കൂട്ടം കാണിച്ചു തരാന്ന് പറയണ. എന്താടാ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരുവാണ്. സേതു നോക്കി, അപ്പൊ ഇവരുടെ ആയിരുന്നു ഇന്ന് പിറന്നാള്. കൊള്ളാം, അമ്മയും മക്കളും. ദേ ചേത അടങ്ങി ഇത്രയും ദിവസം ആയുള്ളൂ. ചേതയെ അടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ലേ ഓരോ ആഘോഷങ്ങളൊക്കെ വെക്കുന്ന കണ്ടില്ലേ, നാണമില്ലാത്തങ്ങളെന്ന് പറയാണ്. സേതു കേട്ടാ, അതിനകത്ത് ഇപ്പൊ എന്താ കാര്യം ഇരിക്കുന്നേ. അവരെ ആഘോഷിക്കട്ടെ, എപ്പോഴും മരിച്ചു പോയെന്ന് കരുതി കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ. പിന്നെ ഞാനൊന്നും പറയണില്ല എന്ന് പറയാണ്. ദേ എനിക്ക് ഇങ്ങനെയൊക്കെ പിറന്നാൾ ആഘോഷിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടോ സേതുവിന് ദേഷ്യം വന്നു. അതിന് നിന്റെ പിറന്നാൾ എന്നാന്ന് നിനക്കറിയാവെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വല്ലാത്ത വിഷമായി പോയി ശ്രീഹരിക്ക്. ശ്രീഹരിയുടെ മുഖം പെട്ടെന്ന് മാറി. അത്രയും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സേതു പറഞ്ഞു പോയതാ. സേതു വന്ന് ശ്രീഹരിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പോട്ടേടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ, ക്ഷമിക്ക, നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. എടാ സാരമില്ല, നീ സങ്കടപ്പെടണ്ട കേട്ടോ, നിന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കും. അതിന് എന്റെ പിറന്നാൾ എന്നാന്ന് അറിയത്തില്ലോ. നീ എന്റെ കൂടെ എന്ന് വന്നോ, അതാണ് നിന്റെ പിറന്നാള്. നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. നീ ഒന്നും സങ്കടപ്പെടാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. അറിയാതെ പറഞ്ഞു പോയതല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് അച്ഛൻ അങ്ങോട്ട് വന്നു. സേതുവേട്ട അങ്ങോട്ട് വരാൻ പറയാണ്. സേതുവേട്ട മാത്രല്ല, രണ്ടുപേരും വരണമെന്ന് പറയാം. എന്താ കാര്യം? അതെ, അവിടെ അമ്മയുടെ പിറന്നാളാ, കേക്ക് കട്ട് ചെയ്യാനാന്ന് പറയാം. പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നാണമുണ്ടോ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും? അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കുവോ? അച്ഛൻ മരിച്ച് ഇത്രയും ദിവസമായുള്ളൂ, നിനക്കെങ്കിലും ബോധമില്ലേ അച്ചു? എന്തായാലും എനിക്ക് ഇതിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി നാണോ മാനോ ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാനെന്ന് പറയാണ്. ഇത് കേട്ട് അച്ഛന് വല്ലാത്ത വിഷമമായിപ്പോയി. അച്ഛന് മനസ്സിലായി അവര് വരാൻ പോന്നിരുന്നു. പെട്ടെന്ന്
ശ്രീഹരി അച്ഛൻ്റെ കൂടെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും എടാ എന്ന് വിളിക്കുവാണ്. ശ്രീഹരി അവിടെ നിന്നു. അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛൻ എന്നപ്പോൾ പൂർണ്ണിമ ചോദിച്ചു എന്താ സേതു വന്നില്ലേന്ന് നിൽക്കും. സേതുവേട്ടൻ വരത്തില്ലായിരിക്കും, അമ്മ കേക്ക് കെട്ടിയതോളാൻ പറയാണ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യുവാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് അച്ഛൻ ഒരു പീസ് എടുത്ത് ആ പൂർണ്ണിമയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് സേതു അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. സേതുവിന് ഭയങ്കര ദേഷ്യം അങ്ങോട്ട് വന്നു. പിന്നീട് സദ്യ കഴിക്കുകയാണ്, പിറന്നാൾ സദ്യ. അങ്ങനെ പൂർണ്ണിമയായിരുന്നു, അച്ചു ഋതു ഇരിക്കുകയാണ്. അങ്ങനെ പിറന്നാൾ സദ്യ കഴിക്കാൻ നേരത്ത് ബേബി ചേച്ചി ചോദിച്ചു അല്ല സേതു വന്നില്ലേ, അവനെ വിളിച്ചില്ലേന്ന് ചോദിക്കും. ഞാൻ വിളിച്ചു, വന്നില്ല എന്ന് പറയാണ്. അപ്പോഴാണ് സേതു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു ദേ ബേബി ചേച്ചി അവനും കൂടെ ഒരു ഇല ഇടാൻ പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സേതു പറഞ്ഞു അതെ ഞാൻ നിങ്ങളുടെ പിറന്നാൾ സദ്യ ഉണ്ടാകാനൊന്നും വന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറയാണ്. പൂർണ്ണിമ പറഞ്ഞു എന്താ സേതു ഇത്, പിന്നെ പിറന്നാൾ സദ്യ കഴിക്കുന്നു, നിങ്ങൾക്ക് നാണമുണ്ടോ, നിങ്ങൾ സ്ത്രീയാണോ, ഭർത്താവ് മരിച്ച ഇത്ര ദിവസമുള്ളൂ, അതിനു മുമ്പ് ദേ ആഘോഷം ആർഭാടം ഒക്കെ എന്തൊക്കെ എവിടെ നടക്കണേ. ദേ അച്ഛന്റെ ശേഷക്രിയകൾ ചെയ്ത ഒരു മകൻ എന്ന നിലയിൽ എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അറിയാലോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാനും പറ്റില്ലെന്ന് പറയാം. നാണമില്ലാത്തങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടാം തരക്കാർക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ പറയാം. പൂർണ്ണിമയ്ക്കും വല്ലാത്ത ടെൻഷനായിപ്പോയി. പൂർണ്ണിമ ഒന്നും മിണ്ടിയില്ല, സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു വന്നു. ഈ സമയം ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല. ഋതു പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സേതു, വെറുതെ എന്റെ അമ്മേനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ദേ എന്റെ അമ്മ പാവ, എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ നിന്റെ അമ്മ പുണ്യാളത്തിയാണല്ലോ അങ്ങോട്ട്. നല്ല എന്റെ അമ്മേനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടല്ലേ ആ സ്ഥാനത്തേക്ക് കയറിയതല്ലേ, അപ്പൊ പിന്നെ ഇവള് പുണ്യാളത്തിയാണല്ലോ എന്ന് പറയാണ് ഇവര്. ഇത് കേട്ടതും അച്ഛനും വല്ല സങ്കടമായി. അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നു. വല്യേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും കൂടി ഇരിക്കുമല്ലേ. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു ദേ വല്യേട്ടാ വെറുതെ എന്റെ അമ്മേനെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. ഋതു പറഞ്ഞു അയാള് പറയൂ അച്ചു, അയാൾ ഇതല്ല ഇതിലപ്പുറം പറയും. അതെ പെറ്റമ്മയുടെ വില അറിയാത്തവൻ ഇങ്ങനെയൊക്കെ പറയും. ഒരു ദിവസമെങ്കിലും പെറ്റമ്മയുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളവന് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പെറ്റമ്മയുടെ സ്നേഹം എന്തെന്ന് അറിഞ്ഞവന് ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. ഒരമ്മമാരെ ഇങ്ങനെ കുറ്റം പറയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ, അവര് നിങ്ങൾ ജനിച്ച ഉടനെ പോയത്. നിങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇങ്ങനെയൊരു വൃത്തികെട്ടവനാണെന്ന് അവർക്ക് തോന്നിക്കാണും. വൃത്തികെട്ടവനായിട്ടോ വളർന്ന് വരുവോളെന്നും തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും നിങ്ങളെ ഉപേക്ഷിച്ച് അവരവരുടെ പാട് നോക്കി പോയെന്ന് പറയാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരും അങ്ങനത്തെ ഉള്ള സ്ത്രീ ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ട സേതുവിനും കൂടെ ദേഷ്യം വന്നു. ഋതുവിന്റെ നേരെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു ഇനി ഒരു അക്ഷരം പോലും എന്റെ അമ്മേനെ കുറിച്ച് പറയില്ലെന്ന് പറയാം. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും, നിന്നെ കൊന്നു കളയെന്ന് പറയാം. അതെ എനിക്ക് എന്റെ അമ്മേനെ കണ്ട ഓർമ്മ പോലും ഇല്ല, അറിയാവോ. ഞാൻ ഓരോ ദിവസവും ജീവിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാവോ, എന്റെ അമ്മേനെ എനിക്കൊന്ന് കാണാൻ സാധിക്കണം. എവിടെയുണ്ടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരു മോഹത്തോട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, അറിയാലോ. അങ്ങനെയുള്ള ഒരു അമ്മയെക്കുറിച്ച് നീ പറയണേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ സഹിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് സേതു അങ്ങോട്ട് പോവാണ്. പൂർണ്ണിമയ്ക്കും വല്ലാത്ത വിഷമമായിപ്പോയി. പിന്നീട് സേതു മുറി വന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ അങ്ങോട്ട് വരുവാണ്. പൂർണ്ണിമ ഒരു ഡയറിയും കൊടുത്തിട്ട് പറഞ്ഞു ഇത് മാധവേട്ടൻ ഡയറിയാ, ഇതിനകത്ത് നിന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട സേതു പെട്ടെന്ന് ആ ഡയറി അങ്ങോട്ട് വാങ്ങി ഇത് കൊടുത്തിട്ട് പൂർണ്ണിമ അങ്ങോട്ട് പോവുകയും ചെയ്തു. സേതു ആ ഡയറി വാങ്ങി ആ ഫോട്ടോ എടുത്ത് നോക്കുവാണ്. മാധവമേനന്റെ പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാ, അത് കുറെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിലും അമ്മയുടെ പടം അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. എന്നാലും അതിലേക്ക് കുറെ സമയം സേതു ഇങ്ങനെ നോക്കിയിരുന്നു. തൻ്റെ അമ്മ, താൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത അമ്മ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം തൻ്റെ അമ്മ പോയതാണ്. ഒരു പക്ഷേങ്കിൽ പൂർണ്ണിമ എന്ന് പറയുന്ന ഈ സ്ത്രീ കാരണമായിരിക്കും തൻ്റെ അമ്മ പോയത്. അതൊക്കെ ഓർത്തപ്പോൾ സേതുവിന് വല്ലാത്ത വിഷമം വന്നു. പിന്നീട് സേതു എന്ത് ചെയ്യണം, കാറ് കൊടുത്തോണ്ട് നേരെ പോവാണ്. ഈ സമയം പൂർണ്ണിമ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സേതു ആ രാത്രിയിൽ അങ്ങ് പോകുന്നുണ്ട്. എങ്ങോട്ടായിരിക്കും പോയത് എന്നൊരു ചിന്ത പൂർണ്ണിമയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സേതു അങ്ങ് പോകുന്ന വഴിക്ക് പല്ലവി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സേതു വണ്ടി നിർത്തി. ഇതെന്താ പല്ലവി ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാം. അതെ ഇന്ന് കോളേജിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊ ഇത്ര ലേറ്റ് ആയെന്ന് പറയാം. ആ ഇവിടെ ഇറങ്ങിയത് എന്തിനാ, അല്ല ഇവിടെ ഇറങ്ങിയ ഓട്ടോ കിട്ടുമെന്ന് ഓർത്ത് ഇറങ്ങിയതാ, പക്ഷെ ഓട്ടോക്കാരൊക്കെ സ്ട്രൈക്കാ, അതുകൊണ്ടാന്ന് പറയണം. ഓ വന്ന ഒരു കാര്യം ചെയ്യ, നീ കാറിക്കറി ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറയണം. അത് കുഴപ്പമില്ല സേതുവേട്ടാ, ഇവിടെ കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേനും ഏതേലും ഓട്ടോറിക്ഷ എന്തെങ്കിലും വരുമായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. നിനക്ക് എൻ്റെ കൂടെ കയറാൻ പേടിയുണ്ടോന്ന് ചോദിക്കാം. പേടിയോ, സേതുവേൻ്റെ കൂടെ കയറാനോ? എനിക്ക് പേടിയൊന്നുമില്ല. ദേ ഈ ലോകത്ത് പേടിയില്ലാത്ത രണ്ട് മനുഷ്യർ, ഒന്ന് സേതുവേട്ടനും ഒന്ന് എൻ്റെ അച്ഛനും എന്ന് പറയണം. പിന്നെന്താ കയറാൻ പറയണം. അതെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞേരെ, താമസിക്കുന്നു. അതെ എൻ്റെ ഫോൺ ഓഫായി പോയെന്ന് പറയാം. നല്ല കാര്യം. പിന്നീട് സേതുവിൻ്റെ കൂടെ പല്ലവി കയറുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. ഈ സമയത്ത്
സേതുവിനോട് ചോദിച്ചു, അല്ല ഇതെന്താ സേതുവേട്ടൻ ഡയറി ഒക്കെ എഴുതാൻ തുടങ്ങിയെന്ന് ചോദിക്കാം. വണ്ടിക്കകത്ത് ഡയറി ഇരിക്കുന്നുണ്ട്. അതെ, എന്റെ അല്ല, ആ മാധവമേനന്റെ ആന്ന് പറയാം. മാധവമേനന്റെയോ? അതെന്താ സേതുവേട്ട അങ്ങനെ പറയണേ? അച്ഛന്റെ ആന്ന് പറ. പിന്നെ അച്ഛൻ എനിക്ക് പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം. സേതുവേട്ടൻ അത് വായിച്ചു നോക്കിയാ, ഇല്ല അതിനകത്ത് എന്റെ അമ്മയുടെ ഫോട്ടോ ഇരിപ്പടെന്ന് പറയണം. പെട്ടെന്ന് അവൾ ആ ഫോട്ടോ എടുത്ത് നോക്കുവാണ് പല്ലവി. ഇത് ക്ലിയർ ആയിട്ടില്ലോ. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ ദൈവത്തിന് പോലും തോന്നി കാണുമായിരിക്കും ഇപ്പൊ ഞാൻ അങ്ങനെ എന്റെ അമ്മയുടെ പടം കാണണ്ടെന്ന്. സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ടാന്നേ. എന്തിനു വിഷമം? ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ സേതുവേട്ടാ. സേതുവേട്ടനുള്ളതാണെങ്കിൽ അമ്മ ഒരു സേതുവേട്ടന്റെ അരിയിലേക്ക് വരും. സേതു പറഞ്ഞു, ശരിയാ, അത് തന്നെ എന്റെ ആഗ്രഹം. എനിക്ക് എന്റെ അമ്മേനെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഏട്ടൻ പല്ലവി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ അവരെവിടെയാ എന്താണെന്നും എനിക്ക് അറിയത്തില്ലോ പല്ലവി. ഞാൻ പിന്നെ അവരെ എവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്താനാന്ന് ചോദിക്കും. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, വിഷമിക്കണ്ടാന്നേ, വരും. സേതുവേട്ടന്റെ അരിയിൽ എത്തണമെന്ന ദൈവത്തിന് നിശ്ചയെങ്കിൽ ഉറപ്പായിട്ടും വരുമെന്ന് പറയാം. സേതുവേട്ടൻ ഒരു കാര്യം ചെയ്യാം, ആ ഡയറി എടുത്ത് വായിച്ചു നോക്ക്. ആ ഡയറിക്കകത്ത് ചിലപ്പം അച്ഛൻ എന്തേലും അമ്മേനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ, അമ്മ എവിടെയാന്ന് അതിലിപ്പോ വായിച്ചു നോക്കുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടിയില്ലെന്ന് ചോദിക്കുക. പിന്നീട് പല്ലവിച്ചു, അല്ല കുടിക്കാൻ വെള്ളം ഉണ്ടോന്ന് ചോദിക്കാൻ വണ്ടിക്കത്ത്. ഇല്ല, നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാന്ന് പറയാം. എന്ത് പറ്റി വെള്ളം? ഫുഡ് കഴിച്ചില്ലേന്ന് ചോദിക്കാം. ഇല്ല, വിശക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ കുറച്ച് മുമ്പ് പറയാൻ മേലായിരുന്നു, നമുക്ക് അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, കയറി കഴിക്കാലോ എന്ന് സേതു പറയാണ്. ഇത് കേട്ടൻ പല്ലവി പറഞ്ഞു, അത് സാരില്ല, ഇനി ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അത് പറ്റില്ല. അതെ, പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി കടയുണ്ട്, അവിടെ കൊണ്ടുപോയി നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടും കൂടെ ഒരു കടയുടെ മുന്നിലേക്ക്, ഒരു തട്ടുകട പോലെ ഒരു കടയുടെ മുന്നിലേക്ക് കൊണ്ട് വണ്ടി നിർത്തുവാണ്. സേതുവിനെ കണ്ടതും ആ കടയിലുള്ള ആ സ്ത്രീ ഇറങ്ങി വരുവാണ്. അവരൊരു നിമിഷം ഒന്ന് ഞെട്ടി സേതുവിനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.